കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മളിന്ന് രണ്ട് സ്വിഫ്റ്റായിട്ടാണ് വന്നേക്കണേ. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിൽ നമുക്ക് സ്വിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്വിഫ്റ്റായിട്ടാണ് വന്നേക്കണം. ഇപ്പോൾ തന്നെ ഞാൻ താഴത്തുള്ള നമ്പറിനകത്തേക്ക് മെസ്സേജോ വോയിസോ ഇട്ടേക്കാം. ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ ഈ കാണുന്ന സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VDI ആണ്, ഡീസൽ വണ്ടിയാണ്. 2008 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. നവംബർ 2028 വരെയും വാലിഡ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കലക്കം വണ്ടിയാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് അവസാനം പറയാം. എൻ്റെ ഈ ജസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം, ഇത് 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 2010 മോഡൽ. ഈ വാഹനവും VDI ആണ്, ഡീസലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ പേപ്പർ വാലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പേപ്പർ വാലിറ്റി 2025 ഏപ്രിൽ വരെ നിലവിൽ വാലിഡിറ്റി ഉള്ള വണ്ടിയാണ് ഈ കിടക്കുന്ന സ്വിഫ്റ്റ്. ഇനി നമുക്ക് ഈ രണ്ട് വാഹനത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. ഈ രണ്ട് വാഹനം ഡീസലായതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് കിടക്കാം. പിന്നെ സ്വിഫ്റ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും വരാത്ത വണ്ടികളാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളൂ, ഒരു 2 ലക്ഷം റേഞ്ചിലൊക്കെ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് വാഹനത്തിൽ ഏതെങ്കിലുമൊക്കെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കാരണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ വില. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാഹനം ഞാൻ ഫുള്ളൊന്ന് കാണിച്ചേക്കാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷനെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം 2008 2010 ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്വിഫ്റ്റും ഇന്ന് നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ സ്വിഫ്റ്റിലേക്ക് നമുക്ക് പോയേക്കാം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ളൊന്ന് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ് വണ്ടിയാണ്. ഒരു രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ചെറിയ പൊടിക്ക് സ്ക്രാച്ചൊക്കെ ഉണ്ട്, അതെവിടേക്ക് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമുക്കിത് സൈഡൊക്കെ നോക്കാം. സൈഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഭാഗം നോക്കാം. ഈ ഭാഗമായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വണ്ടി മൊത്തത്തിൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു കണ്ടോ. അതുപോലെ വണ്ടിയുടെ ടോപ്പ് വ്യൂവിലേക്കൊന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നമുക്ക് വീലാർസിലേക്ക് എയർ കണ്ടീഷനിലേക്കൊന്ന് പോവാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിലില്ല. നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളുമില്ല. വിൻഷീൽഡ് ആയാലും നല്ല ക്വാളിറ്റി തരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ലാമ്പിലേക്ക് വരണമെങ്കിൽ ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ് വളരെ ചെറുതായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രില്ലായാലും നല്ല ക്വാളിറ്റി തന്നെ ഗ്രില്ല് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലെ ലാമ്പായാലും ചെറിയൊരു യെല്ലോയിഷ് സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. വീലാർച്ച് ആയാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. രണ്ട് ഡോറും വരാം. രണ്ട് ഡോറും ഇവിടെ പക്ക നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. വിൻഷീൽഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് ഓക്കെയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ടയേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സ് കാണാൻ പറ്റും. ബാക്കിൽ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. അതേപോലെ വിൻഷീൽഡൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. താഴേക്ക് വരാം. താഴേക്ക് വരുമ്പോൾ ലിഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ടെയിൽ ലാമ്പായാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. വീലാർച്ചും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. സൈഡിലേക്ക് വരണമെങ്കിൽ ഈ രണ്ട് ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു പാച്ച് കിട്ടുന്നുണ്ട്. അത് മാത്രമാണ് എക്സ്റ്റേണൽ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാനുള്ളൂ. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. നോക്കുമ്പോൾ രണ്ട് ഡോറായാലും നമുക്ക് സാധാരണ കാണുന്ന രീതിയിൽ തന്നെ ഡുവൽ ടോണിലാണ് വന്നേക്കണേ. പവർ വിൻഡോസൊക്കെ വരുന്നുണ്ട്. സീറ്റ്സൊക്കെ സ്റ്റോക്ക് സീറ്റ്സ് തന്നെയാണ്. യാതൊരു രീതിയിലുള്ളൊരു കവേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് കീ ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്ററൊക്കെ എന്താ അവസ്ഥ നോക്കാം. 1,00,000+ കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതേപോലെ മിഡിൽ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇൻറ്റീരിയേഴ്സൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. നമുക്ക് ഡോറൊന്ന് റിയർ സൈഡിൽ ഓപ്പൺ ചെയ്യാം. അവിടെ എന്താണ് അവസ്ഥ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും ആ കമ്പനി സീറ്റ്സ് തന്നെ നിൽക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കണല്ലേ. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗവും ടയർ കണ്ടീഷനും എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും നോക്കാം. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം.
അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാഹനം ജസ്റ്റ് ഒന്ന് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ആ ഒരു ലുക്ക് അറൗണ്ട് വീഡിയോ. കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സറൗണ്ടിങ്സാണ് നിങ്ങൾ ഈ ഒരു വാഹനത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. അതേപോലെ നമുക്കിനി വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ സൈഡൊക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു സൈഡ് പോർഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ടയറൊക്കെ നല്ല നീറ്റ് ടയേഴ്സാണ്, അലോയ്സും നമുക്ക് ഈ വാഹനത്തിനും വരുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ്, ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ലിഡിൽ കിട്ടുന്നില്ല. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വിലാസം നോക്കാം. ഈ വിലാസം നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ കുറച്ച് കുറവാണ്, അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി 2 ഡോറ് നോക്കാം. 2 ഡോറായാലും ഇവിടെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡോർസിന്. വേണം. അതേപോലെ തന്നെ ഇവിടുത്തെ വിലാസം നോക്കാം. ഈ വിലാസം നല്ല നീറ്റായിട്ടേക്കും വിലാസം നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടേക്കും സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ നീറ്റായിട്ടിരിക്കുന്ന ബാക്ക് സൈഡ് കാണാൻ പറ്റും. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. അതേപോലെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഫുൾ മെയിൻറ്റെയിൻ ചെയ്തതാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഡോർസിലും കിട്ടുന്നില്ല. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സും നല്ല വൃത്തി തന്നെ സീറ്റ്സ് കിട്ടുന്നുണ്ട്. ലെഗ് റൂം ആയാലും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 വണ്ടികളുടെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടേക്കാം. 2 വണ്ടിയുടെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ 2 സ്വിഫ്റ്റിൻ്റെയും ആ ഒരു എഞ്ചിൻ റൂം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്വിഫ്റ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നിങ്ങൾ കാണുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. ആപ്രോണും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെയും നമുക്ക് എഡ്ജസ് നോക്കാം. ലിഡിലേക്കൊന്നും വരാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റും, അറിയാൻ പറ്റും. കേട്ടോ, ഓക്കെ, അതിലിവിടെ നമുക്ക് എഡ്ജസ്റ്റൊക്കെ നോക്കാം. കേട്ടോ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ 2 വാഹനങ്ങളുടെ എഞ്ചിൻ റൂമും ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും എല്ലാം. ഇനി നമുക്കിതിന് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും ഈ 2 വാഹനം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വിലയാണ് പറയാനുള്ളത്. വില പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ ഉദ്ദേശിച്ചത് നിങ്ങൾ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുത്തുനിന്ന് വരില്ല, അതിൻ്റെ പേരാണ്. അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജോ അല്ലെങ്കിൽ ഇതിൻ്റെ വോയിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വോയിസിൽ കൂടി തന്നെ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ നിങ്ങൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേറെ കോൺടാക്ട് നമ്പർ വരാം, ഷോറൂമിനെ കോൺടാക്ട് ചെയ്യാനോ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വരാം. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഓരോ വാഹനത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 2010 മോഡൽ VDI ഡീസൽ ഓപ്ഷനിൽ വന്നേക്കണം ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,60,000 രൂപയാണ്. ഇപ്പോൾ ഇത് 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ, അതുവഴി ഞാൻ എടുത്ത് പറയുകയാണ്. ഇനി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു സ്വിഫ്റ്റിൻ്റെ റേറ്റ്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2008 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. 28 വരെ പേപ്പർ വാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും 3rd ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,58,000 രൂപയാണ്. ഈ 2 വാഹനങ്ങളും റേറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസോ മെസ്സേജോ വാട്സാപ്പിൽ അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.